ഹലോ എവരിവൺ. ഒരിക്കലും എൻജിനീയറിംഗ് ചെയ്യരുതാത്ത ഒരു കുട്ടി +2 കഴിഞ്ഞ് ഇപ്പം എൻജിനീയറിംഗ് ചൂസ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടീൻ്റെ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു കേസ് സ്റ്റഡിയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ആ കേസ് സ്റ്റഡിക്കൊപ്പം ഇന്നും സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കുറേ അബദ്ധ ധാരണകളായിരിക്കാം ഈ കുട്ടിയെ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെയും കൂടെ ഉള്ള ഒരു എക്സ്പ്ലനേഷനാണ് ലേറ്റർ സ്റ്റേജിൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ അനലിറ്റിക്കൽ ന്യൂമറിക്കൽ ക്ലസ്റ്റർ, അതായത് ഫണ്ടമെൻ്റലായിട്ട് എൻജിനീയറിംഗ് പോലെയുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡുകൾ മൊത്തം ആവറേജിനേക്കാളും താഴെയാണ്. സാറ്റിന്റെ ഹിസ്റ്റോറിക്കലുള്ള ഡാറ്റയിലെ പ്രെഡിക്റ്റീവ് അനാലിസിസ് പ്രകാരം ഈ അനലിറ്റിക്കൽ ന്യൂമറിക്കൽ ക്ലസ്റ്റർ കുറഞ്ഞിരിക്കുന്ന ആൾക്കാർ എൻജിനീയറിംഗ് പോലെയുള്ള ഒരു മേഖലയിൽ വളരെ മോശമായിട്ടാണ് ലേറ്റർ സ്റ്റേജിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൈറ്റലായിട്ട് വേണ്ട സയൻസും മാത്തമാറ്റിക്സും വളരെ ബിലോ ആവറേജിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൽ എൻജിനീയറിംഗിൽ ഈ കുട്ടി നെഗറ്റീവും വീണ്ടും നോളജിൽ ടെൻസ് ടു നെഗറ്റീവാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒരിക്കലും എൻജിനീയറിംഗ് എന്നുള്ളൊരു കാര്യം സ്യൂട്ടബിൾ അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ 2025 തന്നെ അനലൈസ് ചെയ്തൊരു കാര്യമാണ്. അതിന്റെ അടുത്തൊരു തേർഡ് പ്രൂഫ് വരുന്നത് ഈ കുട്ടി എൻജിനീയറിംഗിന് വേണ്ടിയിട്ട് എഴുതിയ എക്സാമുകളിലെല്ലാം ജെയിന്റെയോ കീമിന്റെയോ ഒക്കെ പരീക്ഷകളിൽ വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള റാങ്കാണ്. ബട്ട് സ്റ്റിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻജിനീയറിംഗ് ചൂസ് ചെയ്തു. ഇത് റേസ് ചെയ്യുന്ന വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. കുട്ടികളും സൊസൈറ്റിയും പാരൻസും പല രീതിയിലും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിലെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഈ കേസ് സ്റ്റഡി. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ +1 +2 ഒപ്പം എൻജിനീയറിംഗിന്റെ പ്രിപ്പറേഷനൂടെ 1-2 കൊല്ലം ചെയ്തു, അതിന് ഇത്ര എമൗണ്ട് ഓഫ് മണി മുടക്കി. അപ്പോൾ ഒരു സങ്ക് കോസ്റ്റിന്റെ ഒരു ഫാലസി ഉണ്ട്. അതായത് നിങ്ങൾ ഇത്രയും ടൈമും പൈസയും ഇൻവെസ്റ്റ് ചെയ്തല്ലോ, അപ്പം അതിൽ തന്നെ പോകണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരിക്കലും ശരിയാകണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൽ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ലാഡർ കയറാൻ വേണ്ടിയിട്ട് എൻജിനീയറിംഗ് ആണ് ഒരു ക്യുക്ക് വേ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പാരൻസ് ഉണ്ട്. അതാണ് ഈ കുട്ടീന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന വേറൊരു കാര്യം. മൂന്നാമത്തെ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത് എന്നുള്ളത് മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഒരിക്കലും എൻജിനീയറിംഗിനുള്ള ആപ്റ്റിറ്റ്യൂഡ് അല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കറണ്ട് നന്നാക്കുന്നതോ കമ്പ്യൂട്ടർ അഴിച്ചു പണിയുന്നതോ വണ്ടി നന്നാക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹൈലി തിയററ്റിക്കലും അബ്സ്ട്രാക്റ്റും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഹൈലി വേണ്ട എൻജിനീയറിംഗിനുള്ള ജന്മനാ ഉള്ള അഭിരുചികളല്ല എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമാണ്. നാലാമത്തെ ഒരു കാര്യം, എൻട്രൻസ് എക്സാമുകൾ എപ്പോഴും നമുക്കത് പഠിക്കാനുള്ള ഒരു മിനിമം ബേസിക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള വേ ആണ്. അത് നിങ്ങൾ പാസ്സാകുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം ശരിക്കും നിങ്ങൾക്ക് ലേറ്റർ സ്റ്റേജിലും അതിൽ ട്രബിൾ വരാം എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ അതിനെ മറികടന്ന് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ മേടിക്കുന്നത് നമ്മുടെ പെയിനെ ഒരു ലേറ്റർ സ്റ്റേജിൽ അപ്പിയർ ചെയ്യാൻ കാണിക്കുന്ന ഒരു സിമ്പിൾ അനസ്തേഷ്യ മാത്രമാണ്. അപ്പൊ വളരെ ഇവിടെ ക്രിട്ടിക്കലായി വരുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു സ്റ്റുഡന്റിന്റെ രീതിയിലും ഒരു പാരന്റിന്റെ രീതിയിലും ഒരു സൊസൈറ്റിയുടെ രീതിയിലും ഈ കുട്ടി എൻജിനീയറിംഗ് പാസ്സാകുമ്പോഴേക്കും എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം. ഈ കുട്ടി ചിലപ്പോൾ പാസ്സാകുമായിരിക്കും, ചിലപ്പോൾ പാസ്സാകുകയില്ലായിരിക്കും. എന്തായാലും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പാസ്സാകുന്നത്. പ്ലേസ്മെന്റ് കിട്ടാതിരിക്കാം. ഇപ്പം 10,000 രൂപയ്ക്ക് ശമ്പളം കിട്ടുന്ന ഒരു ജോലിനെയും പ്ലേസ്മെന്റ് ആയിട്ട് കണക്കാക്കുമെങ്കിൽ ഈ കുട്ടിക്കും പ്ലേസ്മെന്റ് കിട്ടാം. പക്ഷേ സൊസൈറ്റി എന്ന രീതിയിലും ഈ കുട്ടിയുടെ ഭാവിയിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡും വെർബൽ റീസണിങ്ങും വളരെ ഹൈ ആയിരുന്നിരുന്ന ഒരു കുട്ടി ചിലപ്പം വളരെ വ്യക്തമായിട്ടുള്ളൊരു നല്ലൊരു മാനേജ്മെന്റ് പ്രൊഫഷണൽ ആയിട്ടുണ്ടാകാം, നല്ലൊരു ലോയർ ആയിട്ടുണ്ടാകാം, നല്ലൊരു ജേർണലിസ്റ്റ് ആയിട്ടുണ്ടാകാം, നല്ലൊരു സൈക്കോളജിസ്റ്റോ സോഷ്യൽ തിയറിസ്റ്റോ ആയിട്ടുണ്ടാകാം, നല്ലൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആയിട്ടുണ്ടാകാം. ഇങ്ങനെ ഭാവിയിൽ ശോഭിക്കേണ്ട ഒരാളെ ഒരിക്കലും അവർക്ക് പറ്റാത്ത ഒരു കോഴ്സിന് വിട്ട് സ്ട്രഗിൾ ചെയ്യിക്കുന്നതിന്റെ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് ഞാനിവിടെ വിവരിച്ചത്. താങ്ക് യു സോ മച്ച്.